ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രഗ്നൻസി ടൂത്തേക്കിനെ കുറിച്ചാണ്. പല ആൾക്കാർക്കും പ്രഗ്നൻസി സമയത്ത് പല്ലുവേദന ഉണ്ടാകുന്നത് ഹോർമോണൽ ചേഞ്ച്, ഈറ്റിംഗ് ഹാബിറ്റ്, അതുപോലെ തന്നെ മോർണിംഗ് സിക്നസ് കൊണ്ടാണ്. ഈ പലതരത്തിലുള്ള നമുക്ക് പെയിൻ കാണപ്പെടാം പ്രഗ്നൻസി സമയത്ത്. ഒന്ന് ഗം ഇൻഫെക്ഷൻ്റെ പെയിന് കാണപ്പെടാം, അതുപോലെ തന്നെ ടൂത്തിൻ്റെ കേട് വന്നിട്ട് വേദന കാണാം, അതുപോലെ തന്നെ ചെവി തലയൊക്കെ വേദന വിസ്ഡം ടൂത്ത് കൊണ്ടും കാണാം. അത് ഈ മൈൽഡ് ടു മോഡറേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യാം, കോൾഡ് കംപ്രസ് ചെയ്യാം, 2 വട്ടം ബ്രഷ് ചെയ്യാം, അതുപോലെ തന്നെ പാരസിറ്റമോൾ അത്യാവശ്യ ഘട്ടത്തിൽ യൂസ് ചെയ്യാം. ഇനി സിവിയർ പെയിൻ ആണെങ്കിൽ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കാണണം, ഡെൻറ്റിസ്റ്റിനെ കാണണം. പാരസിറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കരുത്. ഡെൻറ്റിസ്റ്റ് തന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ കൺസെൻറ്റ് കൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. അതിൽ തന്നെ സിവിയർ കേസസിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം? റൂട്ട് കനാലിൽ ഫസ്റ്റ് സിറ്റിങ് ചെയ്യാം. അതിൽ നമുക്ക് നരമ്പ് കട്ട് ചെയ്തിട്ട് പല്ലിൻ്റെ പെയിൻ റിലീഫ് ചെയ്യാം. പിന്നെ ക്ലീനിങ് കേസസുകൾ ചെയ്യാം. എന്ന് വെച്ചാൽ അതിൽ ഇൻഫെക്ഷൻ ബ്ലഡ് സ്ട്രീംസിലോട്ട് എത്താതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലീനിങ് ചെയ്യുന്നത് നല്ലതാണ്. അത് കൂടുതൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യാം. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം പല്ലെടുക്കാം. അത് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യാം. ഇനി വിസ്ഡം ടൂത്തിൻ്റെ കേസിലാണെങ്കിൽ വിസ്ഡം ടൂത്ത് ഡെലിവറിക്ക് ശേഷം മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള നോർമൽ എമർജൻസി കേസുകളൊക്കെ നമുക്ക് പല്ല് അടക്കുന്നതും അതൊക്കെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യാം. പക്ഷേ നോൺ എമർജൻസി ആണെങ്കിൽ ഡെലിവറിക്ക് ശേഷം. നിങ്ങൾ വീട്ടിൽ മരുന്ന് കഴിച്ചുകൊണ്ടേ മാത്രം ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ നിർബന്ധമായി കാണിക്കണം. ഓക്കെ.